ഹായ്, ഗുളൂസ് ഫാമിലിയിലേക്ക് ഏവർക്കും സ്വാഗതം. പിന്നെ സാറ്റർഡേ ആയിട്ട് എന്തോ പരിപാടി? ഞാൻ മോളെ ഇപ്പം ഡാൻസിന് കൊണ്ടുവിട്ടിട്ട് വന്നതേ ഉള്ളൂ. രാവിലെ ഇവിടെ ഓട്ടട ഉണ്ടാക്കാനുള്ള ധൃതിയിലായിരുന്നു. രാവിലെ ആണെങ്കിൽ മോക്ക് ഡാൻസ് ഉണ്ടായിരുന്നു. രണ്ടെണ്ണം ആയിട്ടുണ്ട്. അതെന്നാൽ പിള്ളേർക്ക് കൊടുക്കാമെന്നും പറഞ്ഞ് ഞാൻ എടുത്ത് പ്ലേറ്റിലോട്ട് മാറ്റുക. എന്തുവാ അത് കഴിക്കാനാ? തക്കുനെ കൂടെ വിളിച്ചോണ്ട് പറ്റല്ലേ? ഏതെങ്കിലും തിന്നെ ചെല്ല്. തക്കു പോയി കൈ കഴിയ. ഇല്ല, രണ്ടും ഒരുപോലെ കുഞ്ഞാക്ക. കൈ കഴിയിട്ട് വാ മോനെ. ഇരിക്ക്. ഇത് രാവിലെ കളിക്കുമായിരുന്നു അതോ കിളയ്ക്കാൻ പോയതാണോ? കഴിക്ക്. തക്കുനും ഇഷ്ടമല്ലേ ഓട്ടട? ഇഷ്ടമല്ലേ ഇത്? അതെന്ത് ഇഷ്ടമല്ലാത്ത? ഫസ്റ്റില് തിന്നുന്നവർക്ക് ഗിഫ്റ്റ് ഉണ്ട്. അതൊക്കെ ഉണ്ട്, തിന്ന്. ആരാ തിന്നുന്നേ നോക്കട്ടെ. തുളു ആണോ ഫസ്റ്റ് തിന്നുന്നേ? കണ്ട തക്കു തിന്നുവോ? എന്തുവാ? കുളുവിന് ഡാൻസിന് പോണ്ടായോ? എന്നാ വേഗം കഴിക്ക്. അവളെ തക്കു തിന്നുന്ന കണ്ട. ഇപ്പൊ തണുക്കും. നമ്മള് വാനൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, ഇപ്പൊ തണുക്കും. തക്കുവിൻ്റെതും മതിയായിരുന്നു. അങ്ങനെ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ഡാൻസ് സ്കൂളിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പില്ല. ഭയങ്കര മടിയാ, പ്രാക്ടീസും കാര്യങ്ങളും എല്ലാം. എടുത്ത് ഷോളൊക്കെ കെട്ടില്ലേ? നോക്ക്. കെട്ടിക്കാണില്ല. അങ്ങനെ അലമാരിക്കകത്തുനിന്ന് സ്വന്തമായിട്ട് ഷോളൊക്കെ എടുത്ത് കെട്ടാനുള്ള തയ്യാറെടുപ്പില്ല. ഇന്നാണെങ്കിൽ ലേറ്റുമായി. ഞാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് സമയം ഒത്തിരിയായി, റെഡിയാവും. അങ്ങനെ ഷോളൊക്കെ തന്നെ എന്തൊക്കെയോ കാണിച്ച് കിട്ടുവാ. പ്രാക്ടീസ് ഒക്കെ ചെയ്തോ? എപ്പ ചെയ്തു? ഞാൻ എന്നോട് ചോദിക്കുമായിരിക്കും ടീച്ചർ. ഞാൻ എന്താ പറയണം? അന്നല്ലേ ഇന്ന് പ്രാക്ടീസ് വല്ലതും ചെയ്തോ? ഇന്ന് ചെയ്ത് കാണിക്കോ ടീച്ചറിന്? ചെയ്ത് കാണിച്ചില്ല. ടീച്ചർ തന്നെ വഴക്ക് പറഞ്ഞ എന്താ പറയാ? അമ്മ വരുമ്പോ ചോദിക്കത്തില്ലേന്ന്? എന്തുവാ? ഞാൻ എന്താ പറയണം അന്നേരം? ഞാനൊന്നും പറയണ്ടായോ? ഞാൻ ചെയ്തില്ലെന്ന് പറയും. പിന്നേന്നോ? എന്താ പിന്നേന്നാ? ഒന്ന് ചെയ്ത് കാണിച്ചേ. എന്നാ ഒന്ന് ചെയ്ത് അമ്മച്ചൊന്ന് ചെയ്ത് കാണിച്ചേ നോക്കട്ടെ. ഇവിടെ മാറിയൊന്ന് ചെയ്യും. നല്ലോണം ചെയ്യണം. പറഞ്ഞു കളിക്ക്. 1 2 3. 1 2 3. ഇനി ടീച്ചറിനെ നല്ലോണം ചെയ്ത് കാണിക്കണം, അല്ലെങ്കിൽ അമ്മയും കൂടെ വഴക്ക് പറയും പ്രാക്ടീസ് ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. മനസ്സിലായോ?
അമ്മയ്ക്ക് കണ്ണിന് എന്തിനാ വാല്? കൊച്ചു പിള്ളേരെ കണ്ണിന് വാലൊക്കെ എഴുതുന്നത് കേട്ടോ. റിബൺ കെട്ടട്ടെ? അടങ്ങിക്ക്, ഇങ്ങോട്ട് തിരിഞ്ഞേക്ക്, ഇങ്ങോട്ട് തിരിഞ്ഞേക്ക്. നമ്മൾ റിബണൊക്കെ കെട്ടി ഇനി ഞാൻ പൊട്ടിടാൻ പോവാണേ. നിങ്ങൾക്ക് അറിയോ പൊട്ടിടാൻ? അറിയത്തില്ല. നീ ആരോടാ പറയുന്നത്? ഈ കൊച്ചിനോട്. ആ കൊച്ചു ഏതാ? ആ കൊച്ചു പാനി പറിച്ചിട്ടു. എന്തി സുന്ദരിയായോ നോക്കട്ടെ? സുന്ദരിയായോ നോക്ക്. പൊട്ടൊന്നും ഇട്ടില്ലല്ലോ നമ്മള്. ഇല്ല. പൊട്ടിട്ടുണ്ടായോ? ലിപ്സ്റ്റിക്കും വേണോ? കൊച്ചു പിള്ളേർ ലിപ്സ്റ്റിക് ഇടരുതെന്നല്ലേ ഡോക്ടർ പറയുന്നു. പിന്നെന്തിനാ ലിപ്സ്റ്റിക്ക്? ഇച്ചിരി മതിയോ? എന്നോട് പറഞ്ഞൊരു ഇച്ചിരി ലിപ്സ്റ്റിക് ഇട്ടുതരാമെന്ന്. ഞാനാണെങ്കിൽ എടുത്ത് വഴക്കിടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇച്ചിരി ഇട്ട് കൊടുത്തിട്ട് ഞാനാണെങ്കിൽ കൈ കൊണ്ടങ്ങ് തൂത്ത് പറഞ്ഞു. അവളറിയുന്നില്ലല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അവളും ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി. പിന്നെ താഴോട്ട് പോയി. വേഗം വിടടാ. ചെരുപ്പിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അച്ചാമ്മയെ ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. അന്നേരം അവൾ അകത്ത് പോയി അച്ചാമ്മയ്ക്ക് ടാറ്റയൊക്കെ കൊടുത്ത് തിരിച്ചു വരുക. വണ്ടിയിൽ കയറാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞ് അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോകും, ഗേറ്റിൻ്റെ അവിടെ പോയി നിൽക്കാനെന്ന് പറഞ്ഞു. പിന്നെ ഓടി അങ്ങ് പോയി. അങ്ങനെ ഡാൻസ് സ്കൂൾ എത്തി. സൗപർണിക എന്നാണ് ഞങ്ങളുടെ ഡാൻസ് സ്കൂളിൻ്റെ പേര്. മുതുകുളത്തുള്ളതാ. അങ്ങനെ ഇതാ ഡാൻസ് സ്കൂള് സൗപർണിക. ഇന്നാണെങ്കിൽ കൊച്ചു പിള്ളേർക്ക് മാത്രമേ ഉള്ളായിരുന്നു ക്ലാസ്. ഞാൻ ചെന്നപ്പം ഡാൻസ് നടന്നുകൊണ്ടിരിക്കുക. പിന്നെ മോളിൽ കയറി. അവിടുന്ന് ഞാൻ പിന്നെ ഒന്ന് പെട്രോൾ പമ്പിലൊക്കെ കയറി പെട്രോളൊക്കെ അടിച്ചിട്ടാണ് പിന്നെ തിരിച്ച് ഞാൻ വീട്ടിലോട്ട് പോയത്. മോളെ തിരിച്ച് വിളിച്ചുകൊണ്ട് വരുന്ന വഴി ഞങ്ങൾ സുമേക്കയുടെ കടയിൽ നിന്ന് കയറി. സുമേക്ക പിന്നെ ഞങ്ങളെ കണ്ടപ്പോൾ ഒരു സർവത്തും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു. ഈ കാണുമ്പോൾ ഉള്ള വലിയ പ്രിയൊക്കെ ഉള്ളു. മൊത്തം കുടിച്ചതൊന്നുമില്ല. പിന്നെ ബാക്കി ഞാനാ കുടിച്ചത്. അക്കൊക്കെ നേരത്തെ അറിയായിരുന്നു, അതുകൊണ്ടൊക്കെ ഒരെണ്ണേ മേടിച്ചത് തൊട്ട്. തടി ഇറങ്ങുന്നില്ലെന്ന് തോന്നുന്നല്ലോ. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി കുറച്ച് നേരം ഒക്കെ ആയിട്ടൊക്കെ സംസാരിച്ചു. അന്നേരം പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുറച്ച് മിഠായി ഒക്കെ തക്കൂരും കൂടാന്ന് ഞാൻ പറഞ്ഞേ. ഞങ്ങൾ വന്ന് ഇറങ്ങിയപ്പോഴേ തക്കു വെളിയിൽ നിൽപ്പുണ്ട്. മുട്ടായും കൊണ്ട് ഓടുക അവൻ്റെ അടുക്കലോട്ട് മുട്ടായും കൊണ്ട് ഓടിയിട്ട് അതുപോലെ തിരിച്ചിങ്ങി പോന്നു. പിന്നെ ഞാൻ പറഞ്ഞു വിട്ടു വീണ്ടും കൊടുക്കെന്നും പറഞ്ഞു. മുട്ടായി കൊണ്ട് കൊടുക്ക്. കിട്ടിയ സുമമ്മ തന്നേ. ചെല്ല അകത്തോട്ട് പോ, അകത്ത് പോ. ബാഗ് എടുത്തോണ്ട് പോ. കണ്ടിട്ടുണ്ടോ? പിന്നെ നമ്മള് മുടി കെട്ടാൻ നിൽക്കോ? ഒരു തരത്തിൽ അടങ്ങി നിൽക്കത്തില്ല. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കണം. ചോറ് കഴിക്കണ്ടായോ? ചോറ് കഴിക്കാം. ഈ മുട്ടായി എല്ലാം കൂടെ തിന്നാലോ. ഞാൻ താഴെ കളഞ്ഞേ.
അങ്ങനെ ഡ്രസ്സൊക്കെ മാറി ഞാൻ പറഞ്ഞു നമ്മൾ നേരെ താഴെ ഉടുപ്പൊക്കെ ഇട്ട് ഇനി നമ്മള് ചോറുണ്ണാൻ പോകും ഇങ്ങോട്ട്. ഉടുപ്പൊക്കെ ഇട്ടെങ്കിൽ ചെല്ലായിട്ടല്ലേ അച്ഛാമ്മ വിളിക്കുന്നുണ്ട്. ചോറ് മൊത്തം കഴിച്ചോണോ? ചോറ് മൊത്തം കഴിച്ചോണോ? ചോളം മൊത്തം കഴിച്ചില്ല. ആ അടുത്ത പൂജവെപ്പിന് ജലം കേട്ടുണ്ട്. അതിന് പഠിക്കണം നല്ലോണം കേട്ടോ. ഇന്നെന്തോ ടീച്ചർ പറഞ്ഞത്? ചമ്മയോടൊന്ന് പറഞ്ഞേ. അറിയത്തില്ലേ? വീട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്യണമെന്ന്. ഒന്നും അറിയത്തില്ല, അതല്ലേ അങ്ങനെ പറഞ്ഞത്. പിന്നെ പ്രായപ്പൊക്കെ എന്താ ചോദിച്ചേ? സമാധാനമായിരുന്നു.